ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, ദയ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ, നന്മ ലഭിച്ചോരെല്ലാം സ്തുതിച്ചിടട്ടെ. ആരാധന ആരാധന യാരെന്ന ദൈവത്തിന് ആരാധന, ആരാധന ആരാധന ആത്മാവിലും സത്യത്തിലും ആരാധന, ആരാധന ആരാധന യാരെന്ന ദൈവത്തിന് ആരാധന. ദൈവത്തോട് അടുത്തു ചെന്നാൽ ദൈവം നമ്മോട് അടുത്തു വരും. ഞങ്ങളുടെ പ്രസംഗമല്ല നിങ്ങളെ വിടുവിക്കുന്നത്, ഞങ്ങളുടെ വാക്കിന്റെ ചാതുര്യമല്ല നിങ്ങളെ വിടുവിക്കുന്നത്. നിങ്ങളെ വിടുവിക്കുന്നത് അറിയാമോ? ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗോഡ്. വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തിന് മാത്രമേ നിങ്ങളെ വിടുവിക്കാൻ സാധിക്കത്തുള്ളൂ. ഒരു ദിവസം ഞാൻ ദൈവത്തിന്റെ സന്നിധിക്കുമ്പോൾ അത് മറ്റ് 1000 ദിവസത്തേക്കാൾ, ഏകദേശം 3 വർഷത്തേക്കാൾ ഉത്തമമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അത്രയ്ക്ക് പവർഫുൾ ആണ്. ഹൃദയത്തെ അറിയുന്നവൻ, ഹൃദയത്തെ നോക്കുന്നവൻ, പുറമേ നോക്കാത്തവൻ. പുറമേ ഉള്ളതൊന്നും എൻ്റെ ദൈവം നോക്കത്തില്ല. എൻ്റെ ദൈവം നോക്കുന്നത് ഹൃദയത്തെയാണ്. അതുകൊണ്ട് നാം ദൈവത്തിൽ കടന്നിടുന്നത് ഓപ്പൺ ഹാർട്ട്, പ്യുവർ ഹാർട്ട്, പരമാർത്ഥ ഹൃദയത്തോടെ. എൻ്റെ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല, എൻ്റെ കർത്താവ് എൻ്റെ യാചന കേൾക്കുന്നില്ല. ഞാൻ ഇത്രത്തോളം പ്രാർത്ഥിച്ചു, ഇത്രത്തോളം ഉപവസിച്ചു, ഇത്രത്തോളം കരഞ്ഞു, ഇത്രത്തോളം ഞാൻ ഹല്ലേലൂയ പ്രാർത്ഥിച്ചിട്ടും എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ലെന്ന് ഇന്ന് പാലക്കാലം ആർക്കെങ്കിലും തോന്നിട്ടെങ്കിൽ ഇത് ആൻസർ ഫോർ യു. ഹല്ലേലൂയ. യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി, വിത്ത് പ്യുവർ ഹാർട്ട്, വിത്ത് പ്യുവർ ഹാർട്ട്, വിത്ത് ഓപ്പൺ ഹാർട്ട്, പരമാർത്ഥ ഹൃദയത്തോടെ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സമീപസ്ഥനാകുന്നു. ഹല്ലേലൂയ. ദൈവം നിനക്ക് സമീപസ്ഥനാണ്. ഹല്ലേലൂയ. ഓ, നീ ഭാരപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, നീ പ്രയാസപ്പെടേണ്ട, ദുഃഖിക്കേണ്ട. യഹോവ നിനക്ക് സമീപസ്ഥനാണ്. ഹല്ലേലൂയ. Come boldly to the throne of grace. Come boldly to the throne of grace. നിനക്ക് ഉറപ്പോടെ ചെല്ലാൻ. ഉറപ്പ് പറയാൻ കാര്യം എന്താണെന്ന് അറിയാമോ? There is answer. You are whatever your request, it will be answered. If you go to the throne of grace, if you go to the throne of grace, appropriate hallelujah blessing at the right moment, you will receive it. You will receive it. Come boldly to the throne of grace. നിങ്ങളെ നന്നായി അറിയുന്ന, നിങ്ങളുടെ ഹൃദയത്തെ കാണുന്ന ഒരു ദൈവം, ഏത് പ്രതികൂലത്തിന് നടുവിലും നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവം. അവനോട് അടുത്ത് ചെന്നാൽ അവൻ നിങ്ങളോട് അടുത്ത് വരും. ദൈവത്തിന്റെ സ്നേഹം അൺകണ്ടീഷണൽ, അഗപ്പേ ലവ്. There is no condition. ഒരു കണ്ടീഷനും ഇല്ല. അൺകണ്ടീഷണൽ ലവ് ആ കർത്താവിന്റെ. കുടുംബജീവിതം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ. കർത്താവ് പറഞ്ഞ എന്തുവാ? ഞാൻ നിന്നെ അൺകണ്ടീഷണലായിട്ടാണ് സ്നേഹിക്കുന്നത്. അപ്പൊ നിനക്ക് തന്നിരിക്കുന്ന ഭാര്യയെ നീ അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കും.